Good afternoon to all. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Yeah, good afternoon. Okay, start here, Namka. So let's start with prayer, thought of the day, and signing. Okay. Good afternoon to all. Mr. Prayer Perikote, Kekavo. Yeah. Good good. Okay. Oh God, we thank for the night and for the pleasant morning light, for warmth and loving care, and all that makes the world so fair. Help us to do the things we should, to be the other kind and good. In all we do, in works of the day, to grow more loving every day. Oh God, we thank for the night and for the blessed morning light. Okay. Then. Miss. Okay. Parate. How are you? When problems come into your life like non-stop rain, remember that your positive attitude will always be your umbrella. നിർത്താതെയുള്ള മഴ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ പോസിറ്റീവ് മനോഭാവം എപ്പോഴും നിങ്ങൾക്ക് കൂടെയായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുക. Sign in. Good afternoon, Miss. Good afternoon, all. എല്ലാവർക്കും അറിയാവുന്ന ഗ്രീഡി ഡോഗിന്റെ സ്റ്റോറിയാണ് ഇന്ന് പറയുന്നത്. The dog and the bone. One day, a dog found a big, tasty bone. He was so excited that he grabbed it and ran to find a quiet spot to chew it in peace. While crossing a river, he looked down and saw his reflection in the water. But the silly dog thought it was another dog with another bone, greedy for more. The dog barked to snatch that other bone, but as soon as he opened his mouth, his own bone dropped into the water and sank. The poor dog lost it all and had to go home with nothing. Moral of the story: if you are too greedy and always want more, you might lose what you already have. അത്യാഗ്രഹം നമ്മുടെ കയ്യിലുള്ളത് കൂടി നഷ്ടപ്പെടും എന്നതാണ് ഈ സ്റ്റോറിയുടെ മോറൽ. താങ്ക് യു മിസ്. Okay. Yeah. So, എന്തൊക്കെയുണ്ട് വിശേഷം? How are you all? ഫൈൻ മാം. മാമിന്റെ അടുത്ത് സുഖല്ലേ? ഓക്കെ. കൊറേ നാളായല്ലോ സഫിയെ കണ്ടിട്ട്. സഫി എവിടെയാണ്? ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? എന്ത് പറ്റിയെന്നറിയോ ആർക്കെങ്കിലും? ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് എന്തെങ്കിലും ബിസി ആയിട്ടുണ്ടാവും. ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. ആണോ? ഓക്കെ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ കണ്ടിട്ട് ഇപ്പൊ കുറച്ചായി. ഇന്ന് ഗ്രൂപ്പിലൊന്നും പറഞ്ഞില്ല കേട്ടോ, ആബ്സെന്റ് ആവുമെന്ന് പറഞ്ഞില്ല. ആണോ? ഓക്കെ ഓക്കെ. ഞാൻ ഇന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്നോടും ഒന്നും പറഞ്ഞില്ല. ആണോ? കൂടുതൽ സംസാരിക്കുന്ന സഫിയല്ലേ, അതുകൊണ്ട് നോട്ട് ചെയ്യുന്നേ. ഓക്കെ. നമ്മളിപ്പോ ക്ലാസ്സില് കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്റ്റ് സ്പീച്ച് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? യെസ് മിസ്. മാർക്ക് ടെസ്റ്റോ ക്ലിയർ ചെയ്തോ? മിസ് അതില്ലേ ഞങ്ങൾ അന്ന് അവസാനിപ്പിച്ചപ്പോ അത് കുറച്ച് ഹറിബറി ആയിട്ടാണ് നിർത്തിയത്. എല്ലാവർക്കും ആ എക്സാമ്പിൾസ് കറക്റ്റ് കിട്ടിക്കാണില്ല എന്ന് തോന്നുന്നു. പിന്നെ സമയത്തിന്റെ ഒരു പരിമിതിയാണ്, നമ്മൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് തീർത്ത് അവസാനിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ട് മാം അനുവദിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങള് 2 എക്സാമ്പിൾ ഒന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. ഞങ്ങള് 3 പേര് 2 എക്സാമ്പിൾ. രണ്ടല്ല, അതിൽ കൂടുതൽ പറയാം. ഞാൻ ഫസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ കേട്ടോ. നമ്മളിപ്പോ ഏകദേശം ഇപ്പൊ ഏതൊക്കെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാമോ? ഐ തിങ്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം, അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഡയറക്റ്റ് സ്പീച്ച് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നേ. നമ്മള്
യൂണിറ്റ് 2 കംപ്ലീറ്റ് ചെയ്തു. Then യൂണിറ്റ് 3 verb, യൂണിറ്റ് 4 tense, അതിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ്. Then യൂണിറ്റ് 5 ആർട്ടിക്കിൾ ആൻഡ് കോൺകേർഡ് എടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം, അത് എടുത്തിട്ടില്ല. ഓക്കെ, കോൺകേർഡ് എടുത്തിട്ടില്ല. ഓക്കെ. Then യൂണിറ്റ് 6 adjective ആണ്. Adjective complete ആണ്. Yes, adjective and a noun. Unit 8 adverb. Okay. Then unit 9 conditional sentence ആണെന്ന് തോന്നുന്നു. Unit 9. Yeah, അത് ഇത്ര important അല്ല കേട്ടോ. Conditional sentence important അല്ല, നമുക്ക് ലാസ്റ്റ് പെൻഡിങ് ഇടണം. Okay. Then preposition. Okay. Third speech. Participle എടുത്തായിരുന്നോ? ഇല്ല മാം. അത് എടുത്തിട്ടില്ല. ഇല്ല. ഓക്കെ. Phrasal verb എടുത്തു. എടുത്തു. Yeah. Then question tag ആണ്. Okay. Yes. അപ്പോ ഇനി നമുക്ക് ചാപ്റ്റേഴ്സ് ഉള്ളത് യൂണിറ്റ് 5 ആൻഡ് പാർട്ടിസിപ്പിൾ. അത് എത്രയാണെന്ന് അറിയില്ല. ചാപ്റ്റർ 12. യൂണിറ്റ് 5, യൂണിറ്റ് 12, യൂണിറ്റ് 14. ഇതാണ് 3 ചാപ്റ്റേഴ്സ് എടുക്കാനുള്ളത് കേട്ടോ. പിന്നെ ഉള്ളത് കണ്ടീഷണൽ സെന്റൻസ് ആണ്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നില്ല, നമുക്ക് ലാസ്റ്റ് പെൻഡിങ്ങിന് ഇടാം. ഓക്കെ. അപ്പൊ എക്സാം വൈസ് ആണെങ്കിൽ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ഇനി 3 ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് എടുക്കാനുള്ളൂ. അതോടുകൂടി നമ്മുടെ ഇംഗ്ലീഷ് കഴിഞ്ഞു. ഓക്കെ. അതുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഓക്കെ, സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞാല് നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഏകദേശം ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയില്ലേ? ക്ലിയർ മാം. ക്ലിയർ. ഓക്കെ. മിക്കവാറും ഇംഗ്ലീഷ് ആദ്യം തീരും. അപ്പോ സപ്പോസ് ഇംഗ്ലീഷ് ആദ്യം തീർന്നാല് ഇനിയിപ്പോ മറ്റു ടീച്ചേഴ്സിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആവാത്തുണ്ടെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് കൊടുത്തെന്ന് വരും കേട്ടോ. ഓക്കെ. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ആ ടീച്ചറിന് പറഞ്ഞാലും മതി. ഇംഗ്ലീഷ് ക്ലാസ് വേണമെന്നോ ഡൗട്ട് ഉണ്ടെന്നോ എന്ന് പറഞ്ഞാലും മതി. ഞാൻ വന്ന് കയറാം. ജസ്റ്റ് നമ്മൾ വന്ന് നോക്കാം. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ ഇനി ദിവ്യ ടൈം എടുത്ത് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞോളൂ. ഓക്കെ മാം. അപ്പൊ നമ്മൾ റിപ്പോർട്ടിംഗ് എക്സ്ക്ലമേഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. എക്സ്ക്ലമേഷന്റെ റൂൾസ് ഒക്കെ പറഞ്ഞിരുന്നു. എക്സ്ക്ലമേഷൻ എങ്ങനെ മനസ്സിലാവും എന്ന് പറഞ്ഞിരുന്നു. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. എക്സ്ക്ലമേറ്ററി വേർഡ്സ് ആയിട്ട് ഹുറേ, വാവ്, അങ്ങനെ കുറച്ച് വേർഡ്സുകൾ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോട്ട് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? അങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലോയിൽ പറയാം. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ കേട്ടോ. ദിവ്യ ക്യാമറ ഓൺ ചെയ്യുന്നുണ്ടോ? ദിവ്യ ആ ക്യാമറ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ചുകൂടി നല്ലതാണ്, കാരണം അവർക്ക് നോട്ട് ചെയ്തെടുക്കാനും നല്ലതാണ്. ഓക്കെ. She said hooray. First example കേട്ടോ. She said hooray. I am selected for the job. I am selected for the job. ഒന്നുകൂടി പറയൂ ദിവ്യ. She said, comma, ഇത് exclamation അല്ല, inverted commas. Hooray, exclamation mark. നമ്മൾ എക്സ്ക്ലമേറ്ററി വേർഡ്സ് ആയ ഹുറേ, വാവ്, അതിന്റെ ഒക്കെ കൂടിയാണ് എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കുക. അതുപോലെ ഇവിടെ ഷീ സെഡ് ഹുറേ, എക്സ്ക്ലമേഷൻ മാർക്ക്. ഐ ആം സെലക്ടഡ് ഫോർ ദ ജോബ്. ഇൻവെർട്ടഡ് കോമാസ് ക്ലോസ് ചെയ്യാം. ഓക്കെ,
അത് നമ്മൾ ആദ്യം അതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിലെ എക്സ്ക്ലമേറ്ററി വേർഡ് ആണ്, അത് എക്സ്ക്ലമേഷൻ ഉള്ളതാണോ എന്ന് മനസ്സിലാക്കണം അല്ലെ. അതിൽ നമ്മൾ പഠിച്ച ഹുറേ എന്നുള്ള എക്സ്ക്ലമേഷൻ വേർഡ് ഉണ്ട് അല്ലെ, പിന്നെ എക്സ്ക്ലമേറ്ററി സൈൻ ഉണ്ട്. അപ്പൊ നമുക്കത് മനസ്സിലായി. ഇത് റിപ്പോർട്ടിംഗ് സെന്റൻസിലേക്ക് മാറ്റുമ്പോ ഈ എക്സ്ക്ലമേഷൻ മാറ്റണം, എക്സ്ക്ലമേഷൻ വേർഡ്സ് മാറ്റണം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഫസ്റ്റ് തുടങ്ങുക? ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ഒരു ഫോർമാറ്റ് പറഞ്ഞിരുന്നു. സബ്ജക്റ്റ് ഓഫ് റിപ്പോർട്ടിംഗ് വെർബ്, സബ്ജക്റ്റ് ഓഫ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ദാറ്റ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കൂട്ടി യോജിപ്പിക്കുന്ന കൺജങ്ഷൻ വേർഡ് ഉണ്ടല്ലോ, കണക്ടിങ് വെർബ്. ദാറ്റ്. നെക്സ്റ്റ് സബ്ജക്റ്റ് ഓഫ്, ഇത് എഴുതിയെടുത്തിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? സബ്ജക്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് സ്പീച്ച് പ്ലസ് സബ്ജക്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് സ്പീച്ച് പ്ലസ് വെർബ് ഓഫ് ഇൻഡയറക്റ്റ് സ്പീച്ച്, വെർബ് ഓഫ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, ഇനി ഈ ഫോർമാറ്റ് കിട്ടിക്കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ഷീ സെഡ് ഹുറേ, ഐ ആം സെലക്ടഡ് ഫോർ ദ ജോബ്. ഇനി അത് റിപ്പോർട്ടിംഗിലേക്ക് വരുമ്പോ ആദ്യം എന്ത് ചെയ്താണെന്ന് പറഞ്ഞു? സബ്ജക്ട് ഓഫ് റിപ്പോർട്ടിംഗ് വെർബ്. ഇവിടെ സബ്ജക്ട് ഓഫ് റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? ഷീ സെഡ് എന്ന് പറയുന്നതിൽ ഏതാണ് റിപ്പോർട്ടിംഗ് വെർബ് വരേണ്ടത്? കേൾക്കുന്നുണ്ടോ? ഷീ എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലേ. സബ്ജക്ട് എന്താ? റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. സബ്ജക്ട് എന്താണ്? ഷീ എന്നല്ലേ? ഷീ എന്നാണ്. അപ്പൊ ഷീ സെഡ് എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് ഇത് എടുത്തു, സബ്ജക്ട് എടുത്തു, ഷീന്ന് എടുത്തു. ഇനി അവിടെ ഉപയോഗിക്കേണ്ട റിപ്പോർട്ടിംഗ് വെർബ് എന്തായിരിക്കും? ഹുറേ എന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ക്ലൈംഡ് വിത്ത് ഹാപ്പി, ജോയ് എന്നൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ജോലി കിട്ടിയതിന്റെ സന്തോഷം നമുക്ക് അവിടെ എന്ത് വെക്കാം? ഹാപ്പിന്നോ ജോയ്ന്നോ വെക്കാം. അപ്പൊ എന്ത് വെക്കണം അവിടെ റിപ്പോർട്ടിംഗ് വെർബായിട്ട്? exclaimed with joy. ഓക്കെ, എക്സ്ക്ലൈംഡ് വിത്ത് ജോയ്. ഇനി നെക്സ്റ്റ് എന്താണ്? ദാറ്റ്. കണക്ടിങ് വെർബാണ് ദാറ്റ്. നമ്മൾ അത് അടുത്തത് എഴുതാം. അപ്പൊ എക്സ്ക്ലൈംഡ് വിത്ത് ജോയ്, ദാറ്റ്. ഇനി അടുത്തത് നമ്മൾ ഇൻവെർട്ടഡ് കോമാസിൽ ശ്രദ്ധിക്കാം. അതിൽ എന്താ ഇതിലെ? ഐ ആം സെലക്ടഡ് ഫോർ ദ ജോബ്. അതിലത്തെ സബ്ജക്ട് ഓഫ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഏതാണ്? ഐ ആം എന്നുള്ളതായിരിക്കും അല്ലേ. ഐ എന്നുള്ളതല്ലേ അവിടുത്തെ സബ്ജക്റ്റ്? അതെ. അതെ. അത് നമ്മള് റിപ്പോർട്ടിംഗിലേക്ക് മാറ്റുമ്പോ പ്രോണൗൺസ് മാറ്റും അല്ലേ. ഐ എന്നുള്ളത് അപ്പൊ അവിടേക്ക് മാറ്റുമ്പോ എന്തായി മാറും? ഷീ എന്നായി മാറും. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആം സെലക്ടഡ് ഫോർ ദ ജോബ്. ആം എന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് എന്ത് ടെൻസ് ആയിരിക്കും? പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസിനെ നമ്മൾ ഏത് ടെൻസിലേക്ക് മാറ്റുക റിപ്പോർട്ടിംഗിലേക്ക് വരുമ്പോ? പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോ ഇവിടെ എന്ത് ചെയ്തു? നമ്മള് ഷീ എന്ന് ഉപയോഗിച്ചു, സബ്ജക്ട് ഓഫ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇനി അടുത്തത് ആമിനെ ടെൻസസ് മാറ്റാണ്. ടെൻസസ് മാറ്റുമ്പോ അവിടെ എന്ത് വന്നു? ആം എന്നുള്ളത് വാസ് ആയി. ഇനി സെലക്ടഡ് ഫോർ ദ ജോബ്. അടുത്തത് ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ എഴുതാ. ഐ ആം ഷീ എന്നുള്ളത് ഐ എന്നുള്ളത് ഷീ ആയി മാറി. ഷീ വാസ് സെലക്ടഡ് ഫോർ ദ ജോബ്. അടുത്ത വെർബാണ് എന്ത്? സെലക്ടഡ്. അത് അതുപോലെ എഴുതി സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റി നമ്മൾ എഴുതി. അപ്പോ ആൻസർ ഒന്നും കൂടിയും പറയാണ്. ഷീ എക്സ്ക്ലൈംഡ് വിത്ത് ജോയ് ദാറ്റ് ഷീ വാസ് സെലക്ടഡ് ഫോർ ദ ജോബ്. മനസ്സിലായോ? പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് ആക്കി അവിടെ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബായിട്ട് എക്സ്ക്ലൈംഡ് വിത്ത് ജോയ് ഉപയോഗിച്ചു. ഇത്രയാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബാക്കി നമ്മൾ പ്രോണൗൺസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഐ എന്നുള്ളത് ഷീ ആയി മാറി. അവിടെ ഫസ്റ്റ് പേഴ്സൺ ആയിരുന്നു. ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും ചേഞ്ച് ആവും. തേർഡ് പേഴ്സൺ ആണെങ്കിൽ ചേഞ്ചസ് വരില്ല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? മനസ്സിലായി ടീച്ചർ. താങ്ക് യു. ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. തൻവി said what a lovely garden it is.
തൻവി said what a lovely garden it is. ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് എവിടെയാ വരുന്നുണ്ടായിരിക്കുക? ലാസ്റ്റ് സെന്റൻസിന്റെ അവസാനം. സെന്റൻസിന്റെ ലാസ്റ്റ് ആയിരിക്കും അല്ലെ? അതായത് ഇതിൽ എക്സ്ക്ലമേഷൻ വേർഡ് ആയിട്ടൊന്നുമില്ല. വാട്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാണ്. വാട്ട് എ ലവ്ലി ഗാർഡൻ ഇറ്റ് ഈസ്. അത് ആശ്ചര്യത്തിൽ പറയാം, എന്ത് രസമുള്ള, എന്ത് മനോഹരമായ പൂന്തോട്ടാണ്. അപ്പൊ അവിടെ ലാസ്റ്റ് ആണ് എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്നത്. ഇനി നമ്മളിവിടെ സ്ട്രക്ചർ അനുസരിച്ച് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സബ്ജക്ട് ഓഫ് റിപ്പോർട്ടിംഗ് വെർബ് ആദ്യം എന്താന്ന് കണ്ടുപിടിക്കണം. ഇവിടെ സബ്ജക്ട് ഓഫ് റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? തൻവി. തൻവി. ഇനി അടുത്തത് നമ്മൾ എന്താ ചേർക്കേണ്ടത്? റിപ്പോർട്ടിംഗ് വെർബ്. ഇവിടെ വാട്ട് എ ലവ്ലി ഡേ എന്ന് പറഞ്ഞു. വാട്ട്, ഹൗ എന്നൊക്കെ ഉപയോഗിക്കുമെന്ന ആശ്ചര്യമാണ് അല്ലെ വരുന്നത്. അപ്പൊ അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടതെന്നാ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? റിപ്പോർട്ടിംഗ് വെർബ് എന്താണ് ഉപയോഗിക്കേണ്ടത്? വണ്ടർ. വണ്ടർ എന്ന് ഉപയോഗിക്കാം. പിന്നെ എന്ത് ഉപയോഗിക്കാം? മറന്നുപോയോ? ഡിലൈറ്റ് എന്ന് ഉപയോഗിക്കാം, വണ്ടർ എന്ന് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. വാട്ടും ഹൗവും വന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. വെരി ചേർക്കുക. എഡ്ജക്റ്റീവ് ആണെങ്കിൽ എന്ത് ചേർക്കും? അസർട്ടീവ് ആയിട്ട്. അതായത് എ വെരി, വെരി എന്ന് പറയുന്നതൊക്കെ എന്താ? അസർട്ടീവ് ആണ്. എക്സ്ക്ലമേറ്ററി വേർഡ് എന്താ? വാട്ട്, എ എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് എന്ത് ചേർക്കണം? പകരമായിട്ടൊന്നല്ല, അത് വന്നിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ അവിടെ നമ്മളെ വിശേഷണം പറയില്ലേ, അഡ്ജക്റ്റീവ് വേർഡ്സ്. നമ്മള് വിശേഷിപ്പിച്ച് ഒരു വസ്തുവിനെ വിശേഷിപ്പിച്ച് പറയുന്നതാണ് എന്ത്? അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് വേർഡ് വരുമ്പോ അവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? എ വെരി, വെരി എന്നും, വാട്ട് എ എന്ന് പറയുന്നത് കൊണ്ട് എ വെരി എന്നും, ഹൗ എന്നുള്ളോർത്ത് വെരി എന്നും. അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾക്ക് കടക്കാട്ടോ. തൻവി said what a lovely garden it is. അത് എന്ത് ടെൻസ് ആണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അല്ലല്ലോ. what a lovely garden it is എന്നാണ് സിമ്പിൾ പ്രസന്റ് ആണത് അല്ലേ? ഈസ് എന്ന് വന്നിട്ട് അത് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, സിമ്പിൾ പ്രസന്റ് ആണ് അത് വരുന്നത്. ഇപ്പൊ നടക്കുന്ന കാര്യല്ലേ പറയുന്നേ? ഓക്കെ. തൻവി said what a lovely garden it is എന്ന് പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അതിൽ വരുന്നത്. ഇനി ആ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമുക്ക് റിപ്പോർട്ടിലേക്ക് മാറ്റുമ്പോൾ എന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് ആവും അല്ലെ? പ്രസന്റ് എന്തായി മാറും? പാസ്റ്റ് ആയി മാറും. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്തായി മാറി? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയി മാറും. അത് നമ്മൾ മനസ്സിൽ വെക്കാം. ഇനി നമ്മൾ അതിൽ ഓർക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. നോ ബേബി. എന്തൊക്കെയാ ഓർക്കേണ്ടത്? നമ്മള് സബ്ജക്ട്, റിപ്പോർട്ടിംഗ് സബ്ജക്ട് എന്താന്ന് കണ്ടുപിടിക്കണം. അതിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ മാറ്റണം. എക്സ്ക്ലമേറ്ററി വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഇതെല്ലാം ശ്രദ്ധിക്കണം. ഇനിയിപ്പോ വാട്ടും ഹൗവും വരുന്നുണ്ടെങ്കിൽ അതിൽ അഡ്ജക്റ്റീവ് ഉണ്ടോ എന്ന് നോക്കണം അല്ലെ? ആദ്യം നമുക്കപ്പോ അതിന്റെ സബ്ജക്ട് ഓഫ് റിപ്പോർട്ടിംഗ് വെർബ് എന്താന്ന് പറഞ്ഞു? തൻവിയാന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അത് നമ്മൾ എടുത്ത് എഴുതി തൻവി. ഇനി അടുത്തത് അതിന്റെ റിപ്പോർട്ടിംഗ് വെർബ് എന്താന്ന് നോക്കണം. റിപ്പോർട്ടിംഗ് വെർബ് എന്തായിരിക്കും? വാട്ട് എ ലവ്ലി ഗാർഡൻ എന്ന് പറയുമ്പോ എന്താന്ന് പറഞ്ഞത്? വണ്ടർ ആന്ന് പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റും ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? എക്സ്ക്ലൈംഡ് വിത്ത് വണ്ടർ. എക്സ്ക്ലൈംഡ് വിത്ത് വണ്ടർ എന്ന റിപ്പോർട്ടിംഗ് വെർബ് യൂസ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് അതിനെ സ്റ്റേറ്റ്മെന്റിനെ കൂട്ടി യോജിപ്പിക്കണം. അവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത് കണക്ടിങ് വെർബായിട്ട്? that യൂസ് ചെയ്തു. അപ്പോ തൻവി എക്സ്ക്ലൈംഡ് വിത്ത് വണ്ടർ that. ഇനി അടുത്ത് നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. വാട്ട് എ ലവ്ലി ഗാർഡൻ ഇറ്റ് ഈസ്. അതിൽ നമ്മള് എ ലവ്ലി എന്ന് പറയുന്നത് എന്താണ്? ഗാർഡനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു വേർഡാണ്. അപ്പൊ അത് അഡ്ജക്റ്റീവ് അല്ലേ? അതെ. അതെ.
അപ്പൊ അഡ്ജക്റ്റീവ് വരുമ്പോ എന്ത് ഉപയോഗിക്കുന്ന പറഞ്ഞത്? വാട്ട് എന്ന് വരുമ്പോ അപ്പൊ വാട്ട് എ വെരി എന്ന് പറയും. അല്ല, വാട്ട് എ ലവ്ലി ഗാർഡൻ ഇറ്റ് ഈസ് എന്നുള്ളവർക്ക് എന്തായി മാറണം? exclaimed with wonder a very. എ വെരിക്ക് മുന്നേ നമ്മളെ അതിൽ എന്ത് ശ്രദ്ധിക്കണം? ടെൻസ് മാറ്റണം അല്ലേ? ടെൻസ് മാറ്റണ്ടേ? അപ്പൊ എന്ത് ശ്രദ്ധിക്കണം? ഇവിടെ ഇറ്റ് ഈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോ എന്തായിരിക്കും? That വരും. വാസ് ആയി മാറും. അപ്പൊ ഇറ്റ് വാസ്. അത് കഴിഞ്ഞിട്ട് എന്ത് ഉപയോഗിക്കണം? അഡ്ജക്റ്റീവ്, അതായത് ദാറ്റ് വെച്ചു സബ്ജക്ട് ഓഫ്. സബ്ജക്ട് ഇതിൽ എന്തായിരുന്നു? ഇറ്റ് എന്നുള്ളതായിരുന്നു. ആ സബ്ജക്ട് നോക്കിയേ, ഇറ്റ് എന്നുള്ളത് തേർഡ് പേഴ്സൺ ആ വരുന്നത്. അത് എന്തുകൊണ്ടാ തേർഡ് പേഴ്സൺ എന്ന് മനസ്സിലായോ? നമ്മള് ഒരാളോട് മറ്റാളെ കുറിച്ച് പറയുന്നതല്ല, ഒരാള് മറ്റൊരാളോട് മറ്റൊരു വസ്തുവിനെ പറ്റി പറയുന്നതാണ്. അപ്പൊ ഒരു മറ്റൊരു വസ്തു എന്നുള്ളത് തേർഡ് പേഴ്സൺ ആയോ? ആയി. അപ്പൊ തേർഡ് പേഴ്സൺ പ്രോണൗണിൽ ഒന്നും ചേഞ്ച് വരില്ല. തേർഡ് പേഴ്സണ് ചേഞ്ചസ് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ എന്തെന്നെ ഉപയോഗിക്കുന്നേ? ഇറ്റ് തന്നെ ഉപയോഗിക്കുന്നേ. മനസ്സിലായോ? തേർഡ് പേഴ്സണ് ചേഞ്ച് വരില്ല. അപ്പൊ നമ്മൾ അവിടെ ഇറ്റ് തന്നെ യൂസ് ചെയ്തു. ഇനി ഈസ് എന്നുള്ളത് എന്തായി മാറി? വാസ് എന്നായി മാറി. അപ്പൊ ഇറ്റ് വാസ്. അടുത്തത് അഡ്ജക്റ്റീവിന്റെ മുന്നിൽ എന്ത് ഉപയോഗിക്കണം? എ വെരി യൂസ് ചെയ്യണം. ഇറ്റ് വാസ് എ വെരി ലവ്ലി ഗാർഡൻ. അപ്പൊ എന്ത് വന്നു ആൻസർ? ഒരാൾ പറഞ്ഞാട്ടെ ആൻസർ. Tanvi exclaimed with wonder that it was a very lovely garden. ഓക്കെ, ഗുഡ്. അപ്പൊ മനസ്സിലായോ ഇത്? എവിടെയാണ് നമ്മള് ഈ അസർട്ടീവ് ആയിട്ടുള്ള വേർഡ് അഡ്ജക്റ്റീവിന് മുന്നാണ് വെരി, എ വെരി ഒക്കെ യൂസ് ചെയ്യുന്നത്? അത് ഏത് സെന്റൻസിലൊക്കെയാ വരുന്നത്? വാട്ടും ഹൗവും യൂസ് ചെയ്യുന്നോർത്താണ്. ഈ രണ്ട് എക്സാമ്പിളും മനസ്സിലായോ? Yes. ഇനിയിപ്പോ അടുത്ത എക്സാമ്പിളിലേക്ക് കിടക്കാം. അടുത്ത എക്സാമ്പിള് നെക്സ്റ്റ് ലിഞ്ചു ഓർ ദീപ ആരെങ്കിലും പറയും കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you. Okay. teacher. Yeah. Next, Clara. Linju. Okay. Yeah, you can continue. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ എക്സ്പ്ലനേറ്ററി റിപ്പോർട്ടിംഗ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ദിവ്യ പറഞ്ഞല്ലോ എക്സ്പ്ലനേറ്ററി സെന്റൻസ് എന്താന്ന് പഠിച്ചു, എക്സ്പ്ലനേറ്ററി സെന്റൻസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്ന് പഠിച്ചു, അതിന്റെ റിപ്പോർട്ടിംഗ് വെർബ് എല്ലാം പഠിച്ചായിരുന്നു. ഇനി നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാട്ടോ. The boy said, "Hurrah, we have won the match." The boy said, comma, double inverted comma, hurrah, we have won the match. ആൺകുട്ടി പറഞ്ഞു, നമ്മൾ കളി ജയിച്ചിരിക്കുന്നു. നമ്മൾ കളി ജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പം അവിടെ സന്തോഷമാണല്ലോ. അപ്പൊ അതിനാണ് the boy said. എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ട്. The boy said, comma, double inverted comma, hurrah, HURRAH, exclamation mark, we have won the match, MATCH, comma close ചെയ്യാട്ടോ. അപ്പം ഇതിന്റെ അർത്ഥം, ആൺകുട്ടി പറഞ്ഞു നമ്മൾ കളി ജയിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ കളി ജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ പറയുന്നതാണ് അല്ലെ? അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഹുറ എന്ന എക്സ്ക്ലമേഷൻ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. ഹുറ, അല്ലാസ്, വൗ ഇതൊക്കെ പഠിച്ചതാണ്. അത് എപ്പോഴൊക്കെ ഏതൊക്കെ അവസരത്തിലാണ് യൂസ് ചെയ്യുന്നതെന്നും പഠിച്ചു. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഹുറ എന്നാണ്. ഇത് സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു സെന്റൻസ് ആയതുകൊണ്ട് ഇവിടെ ഹുറ എന്ന എക്സ്ക്ലമേഷൻ വേർഡ് യൂസ് ചെയ്തിരിക്കുന്നു. ഇനി ഈ സെന്റൻസ് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഇത് ഏത് ടെൻസിലാണെന്ന് നമുക്ക് നോക്കണം. അപ്പൊ ഇവിടെ വി ഹാവ് വൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹാവ് വൺ, ഹാവ് പ്ലസ് വെർബിന്റെ V3 ഫോം വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണല്ലോ, പഠിച്ചതാണല്ലോ.
പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഹാവ് പ്ലസ് V3 ഫോം വരുന്നത്. അപ്പം ഇനി നമ്മൾ ഇതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റാൻ പോവാണ്. റൂൾസ് അനുസരിച്ച് മാറ്റാം. അതായത് ഒരു ഡയറക്റ്റ് സ്പീച്ചില് റിപ്പോർട്ടിംഗ് വെർബ്, ഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ടിംഗ് വെർബ് സെഡ് എന്ന് വന്നാലും ടോൾഡ് എന്ന് വന്നാലും സ്റ്റേറ്റഡ് എന്ന് വന്നാലും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ അത് എക്സ്ക്ലൈംഡ് എന്നാണ് എന്ന് പഠിച്ചു. എക്സ്ക്ലൈംഡ് എന്ന റിപ്പോർട്ടിംഗ് വെർബാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ നമ്മൾ ഇത് മാറ്റാൻ പോവാണ്. ദി ബോയ് സെഡ് ഹുറ വി ഹാവ് വൺ ദ മാച്ച്. ഇതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ദി ബോയ് സെഡ് എന്ന് ഉള്ളത് ബോയ് എക്സ്ക്ലൈംഡ് വിത്ത് ജോയ് എന്നായി മാറുന്നത്. കാരണം ഹുറ സന്തോഷത്തോടു കൂടിയാണ് വന്ന് പറയുന്നത്, നമ്മൾ കളി ജയിച്ചിരിക്കുന്നു സന്തോഷത്തോടു കൂടിയാണ് വന്ന് പറയുന്നത്. അപ്പം ഇത് ബോയ് എക്സ്ക്ലൈംഡ് വിത്ത് ജോയ്, ശേഷം ദാറ്റ് എന്ന കൺജങ്ഷൻ വേണം. അതായത് സെന്റൻസ് തമ്മിൽ സംയോജിപ്പിക്കുന്ന ഒരു വേർഡാണ് ദാറ്റ്. അത് ചേർത്തിട്ട് പിന്നെ നമ്മൾ റൂൾസ് ഒക്കെ പഠിച്ചായിരുന്നു, പ്രോനൗൺസിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞായിരുന്നു. ഈ ഹുറ ഒഴിവാക്കണം. ഹുറ, വാവു, അലാസ് ഇതൊക്കെ ഒഴിവാക്കണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ഹുറ ഒഴിവാക്കുക. പിന്നെ നമ്മൾ പ്രോനൗൺസിൽ മാറ്റം വരുന്നു. വി എന്ന ഇതിന് വി എന്ന പ്രോനൗൺ മാറുന്നു, ദേ ആവുന്നു അല്ലേ? വി മാറി ദേ ആകും. എന്നതിന് ശേഷം ടെൻസിൽ മാറ്റം വരുത്താം. ഇവിടെ ടെൻസിൽ മാറ്റം വരുത്തുമ്പോൾ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഈ സെന്റൻസ് കിടക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഡയറക്റ്റ് സ്പീച്ച് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ അത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയി മാറുന്നു. ഇവിടെ ഹാവ് വൺ എന്നത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ അത് ഹാർഡ് വൺ എന്നാകുന്നു. ഹാവ് വൺ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ അത് ഹാർഡ് വൺ എന്നാകുന്നു. ഇനി ഈ സെന്റൻസ് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ദ ബോയ് സെഡ് ഹുറ വി ഹാവ് വൺ ദ മാച്ച് എന്ന സെന്റൻസിനെ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നത് ദി ബോയ് എക്സ്ക്ലൈംഡ് വിത്ത് ജോയ് ദാറ്റ് വി ഹാഡ് വൺ ദ മാച്ച് എന്നായി മാറുന്നു. ദേ ഹാർഡ് എന്നല്ല ടീച്ചർ, വി ഹാഡ് സോറി ദേ ഹാഡ് വൺ, കുറച്ചിടയ്ക്ക് കാര്യം ദേ ഹാഡ് വൺ എന്നായി മാറുന്നു. ദ ബോയ് എക്സ്ക്ലൈംഡ് വിത്ത് ജോയ് ദാറ്റ് ദേ ഹാഡ് ആട്ടോ, വി ഹാഡ് അല്ല, ദേ ഹാഡ് വൺ ദി മാച്ച് എന്നായി മാറുന്നു. ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നു. മനസ്സിലായോ? ഓക്കെ മനസ്സിലായി. ഞാനൊരു എക്സാമ്പിൾ പറയുന്നുള്ളൂ കേട്ടോ, ഇടയ്ക്ക് കൊച്ചു എണീറ്റു. താങ്ക് യു. ഓക്കേടാ. ഓക്കെ, ലിഞ്ചു എക്സാമ്പിൾ പറഞ്ഞു. ഇനി അടുത്ത 2 എക്സാമ്പിള് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് എക്സാമ്പിള് ദി ബോയ് സെഡ് കോമ ഇൻവേർട്ടഡ് കോമയിലെ ഔച്ച് എക്സ്ക്ലമേഷൻ മാർക്ക് മൈ നീ ഈസ് ഇൻജുർഡ്. ദി ബോയ് സെഡ് കോമ ഔച്ച് എക്സ്ക്ലമേഷൻ മാർക്ക് മൈ നീ ഈസ് ഇൻജുർഡ്. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? ദ ബോയ് ആണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതുക, ദ ബോയ് എഴുതുക. നെക്സ്റ്റ് വൺ നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബാണ് നോക്കേണ്ടത്. അപ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് എഴുതണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എക്സ്ക്ലമേറ്ററി വേർഡ് ഏതാന്ന് നോക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സ്ക്ലമേറ്ററി വേർഡ് ഔച്ച് എന്നുള്ളതാണ്. അപ്പൊ ഔച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചേർക്കേണ്ട റിപ്പോർട്ടിംഗ് വേർബ് എക്സ്ക്ലൈംഡ് വിത്ത് പെയിൻ ആണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദി ബോയ് എക്സ്ക്ലൈംഡ് വിത്ത് പെയിൻ, ദെൻ നമ്മൾ കൺജങ്ഷൻ ചേർക്കുക, കൺജങ്ഷൻ ദാറ്റ് ചേർത്തു. അത് കഴിഞ്ഞിട്ട് മൈ നീ ഈസ് ഇൻജുർഡ്. ഇവിടെ മൈ എന്നുള്ള പ്രോണൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അതിന് പകരം മൈ അപ്പോൾ മൈ ബോയ് ആണ്, അപ്പൊ നമ്മളവിടെ ഹിസ് എന്ന് ചേർത്തു. അത് കഴിഞ്ഞിട്ട് നീ ഈസ് ഇൻജുർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്, നീ ഈസ് ഇൻജുർഡ്. അപ്പോൾ സിമ്പിൾ പ്രസന്റിനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ സെന്റൻസ് വരുന്നത് ദി ബോയ് എക്സ്ക്ലൈംഡ് വിത്ത് പെയിൻ ദാറ്റ് ഹിസ് നീ വാസ് ഇൻജുർഡ് എന്ന് പറയും.
മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. Okay. Then next example. The old man said, comma, ആൻസർ ഒന്നുകൂടെ പറയുന്നു. Okay. The boy exclaimed with pain that his knee was injured. Okay ആണോ? Okay ആണ്. Then next example. The old man said, comma, alas, exclamation mark, I have lost my purse. ഇവിടെ ഓൾഡ് മാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ഏത് എക്സ്പ്രഷനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? സോറോയല്ലേ? അതെ. ഓക്കെ. അപ്പൊ നമ്മള് ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതുക, ദി ഓൾഡ് മാൻ, ദെൻ റിപ്പോർട്ടിംഗ് വെർബ് എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ, ദെൻ കൺജങ്ഷൻ ദാറ്റ്. ഇവിടെ ഐ എന്നാണ് നമ്മുടെ പ്രോണൗൺ തന്നിരിക്കുന്നത്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹിയോ ഷിയോ ആകും. അപ്പൊ ഇവിടെ ഓൾഡ് മാൻ ആയതുകൊണ്ട് നമ്മളിവിടെ ഹി ചേർത്തു. ഹി ഹാവ് ലോസ്റ്റ്. ഹാവ് ലോസ്റ്റ് എന്നാണ് നമ്മുടെ ടെൻസ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അത് പ്രസന്റ് പെർഫെക്റ്റിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോ ഹാവ് ലോസ്റ്റ് എന്നുള്ളത് ഹാഡ് ലോസ്റ്റ് എന്നാവും. ഹാഡ് ലോസ്റ്റ് മൈ പേഴ്സ് എന്നുള്ളത് പേഴ്സ് ആകും. His purse now. അപ്പൊ സെന്റൻസ് വരുന്നത് ദി ഓൾഡ് മാൻ എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ ദാറ്റ് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് പേഴ്സ്. അങ്ങനെ വരും. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണ് മിസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. മിസ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ? ഇനി ആർക്കെങ്കിലും ഇതിൽ ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നോ മാം. നോ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പോ ആ ചാപ്റ്ററിൽ ബേസ് ചെയ്ത മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ആണോ? അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് മിസ്. ആരെങ്കിലും ചെയ്തോ? അറ്റൻഡ് ചെയ്തോ? ഞാൻ കുറച്ച് ബിസി ആയി പോയി. ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്യും. ഓക്കെ, ബിസി ആണ്. ഓക്കെ, അറ്റൻഡ് ചെയ്യൂട്ടോ. എല്ലാവരും അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, that's all. Then moving on to the next chapter, the simple chapter. Okay, participle പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ. കേൾക്കുമ്പോ എന്താണെങ്കിലും തോന്നും, പക്ഷെ ഓക്കെയാണ്. നമ്മൾ ടെൻസ് പഠിച്ചു. ഓക്കെ, ടെൻസില് നമ്മൾ ഏതൊക്കെ ടെൻസ് ആണ് പഠിച്ചതെന്ന് പറഞ്ഞേ. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൽ 4 ഫോംസ് ഉണ്ട്. ഓരോ ടെൻസിലും 4 ഫോംസ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അങ്ങനെ ടെൻസിന് 4 ഫോംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെർബ് പഠിച്ചു. വെർബിലും ഇതുപോലെ ഫോംസ് ഉണ്ട്. 3 ഫോംസ് നമ്മൾ പഠിച്ചു ഓൾറെഡി അല്ലെ? ഏതൊക്കെയായിരുന്നു? V1, V2, V3. V1, V2, V3. അത് കറക്റ്റ് എന്താണ് ശരിക്കും? V1 എന്താണ്? വെർബിന്റെ ബേസ് ഫോം. ബേസ് ഫോം ആണ്. നമ്മൾ പ്രസന്റ് എന്ന് പറയാം അല്ലെ? പ്രസന്റ് ആണ്. പ്രസന്റ്. then V2 past participle. Past പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അല്ലെ? യെസ്.
ഓക്കെ, അപ്പോ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഒരു പാർട്ടിസിപ്പിൾ എന്താണെന്ന് മനസ്സിലായോ? പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോ പാസ്റ്റിലുണ്ട് പ്രസന്റിലുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിൽ ഓൾറെഡി നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പഠിച്ചു, ഇ.ഡി. ചേർത്ത് വരുന്നത് അല്ലെ. ഇ.ഡി. മീൻസ് ഇ.ഡി. എല്ലാ ഇ.ഡി. ആവണമെന്നില്ല അല്ലെ. റൈറ്റ് ആണ്, റിട്ടൺ ആണ്. അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നത്. പ്രസന്റിൽ പാർട്ടിസിപ്പിൾ എന്താണ്? ING വരുന്നതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. റൈറ്റിംഗ്, റീഡിംഗ്, പ്ലേയിങ്, സിംഗിങ്, ഡാൻസിങ്, ഗോയിങ്. കണ്ടോ? ING ചേർത്ത് വരുന്നതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ക്ലിയർ? Yes, miss. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോ പ്രസന്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ എന്താണ് പാർട്ടിസിപ്പിൾ എന്ന് മനസ്സിലായോ? ING ചേർത്ത് വരുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിളും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്തൊക്കെയാണ്? ED ചേർത്ത് വരാം, T ചേർത്ത് വരാം അല്ലെ. വേർഡ് അനുസരിച്ചിട്ടാണ്. റിട്ടൺ, സ്പോക്കൺ അല്ലെ, ബ്രോക്കൺ, കം. നമുക്കത് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്, E3 ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാം അറിയാം. അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്ന് പറയും. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് ഇത് ING ഫോം വരുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ. മനസ്സിലായോ? എന്താണ് മനസ്സിലായോ? മനസ്സിലായി. നമ്മൾ ഓൾറെഡി ഇത് ടെൻസിൽ പഠിച്ച കാര്യമാണ്. ജസ്റ്റ് ഒരു പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. ഒരു ചാപ്റ്റർ അങ്ങനെ കൊടുത്തതേ ഉള്ളൂ കേട്ടോ. പാർട്ടിസിപ്പിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ING ഫോം വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ടെൻസ് ബേസ്ഡ് ആയിരിക്കും എന്തായാലും വരാം. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല. ഓക്കെ, ക്ലിയർ? അതാണ് ആ ചാപ്റ്റർ, യൂണിറ്റ് 12. That's all. Yeah. Wait yourself. Oh, sorry, miss. Yeah, it's okay. Okay. അപ്പൊ ഇതാണ്ടോ പാർട്ടിസിപ്പിൾ. ഇതാണ് പെട്ടെന്ന് കാണുമ്പോ പാർട്ടിസിപ്പിൾ എന്താണെന്ന് വിചാരിക്കണ്ട. ഇത്രയും ഒരു സിമ്പിൾ സാധനമാണ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അതിൽ പ്രസന്റ്, പാസ്റ്റ് നമ്മൾ പറഞ്ഞു. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണ്? അപ്പൊ അതാണ് ആ ചാപ്റ്റർ. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്, ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ ദാറ്റ്സ് ഓൾ. പിന്നെ ജെൽഡ്, അത് ING ഫോം വരുന്നത് നമ്മൾ ജെൽഡ് എന്ന് പറയാറുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? മിസ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് അപ്പൊ എങ്ങനെ വരിക? എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. എക്സാമ്പിൾ വെച്ചിട്ട് ഇപ്പോ I am dash letter right now. I am dash letter right now. ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും. ഓപ്ഷൻസ് സിംഗിങ്, റൈറ്റ്, റീഡ്, റൈറ്റിംഗ്. ഏത് വരും? റൈറ്റിംഗ്. ഇങ്ങനെ എനിക്ക് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ ആ ഫോം മാത്രം പഠിച്ചാൽ മതി. പ്രസന്റ് പാർട്ടിസിപ്പിൾ ING ഫോം. ബാക്കി നമുക്ക് അറിയാലോ. V1, V2, V3, V4 ഉണ്ട്. V4 ആണ് ഈ പറയുന്ന പ്രസന്റ് പാർട്ടിസിപ്പിൾ. അത് നമ്മൾ അല്ലാതെ പഠിക്കുന്നുണ്ട്. ING വെച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതാണ്. സോ ING വെച്ച് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ ടെൻസിനനുസരിച്ച് മാറും കേട്ടോ. ഇപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ING യൂസ് ചെയ്യുന്നില്ലേ അല്ലെ? അപ്പൊ നമ്മൾ ആ സെന്റൻസിൽ ഇപ്പൊ ഇങ്ങനെ വരും, I was dash letter, I was dash letter എന്ന് വരും. അപ്പോഴും ING ഫോം ആയിരിക്കും എക്സാമ്പിൾ ഓപ്ഷൻസിൽ കിടക്കുക. അപ്പൊ അത് പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും എന്താണ് ING ഫോം തന്നെയല്ലേ വരാ അല്ലെ? അതെ. അപ്പൊ നിങ്ങൾ ആ സെന്റൻസ് വായിച്ച് എഴുതിയാൽ മാത്രം മതി. ക്ലിയർ ആയോ? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. ഇനിയിപ്പോ എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും, ഏതൊക്കെ മോഡലാണ് വരാ എന്നുള്ളത് എക്സാമിന്റെ ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ആ ഒരു ടെൻഷൻ വേണ്ട. ഓക്കെ. അപ്പോ ആ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ഇനി ഉള്ളത് നമുക്ക് ആർട്ടിക്കിളും കോൺവേർഡും പിന്നെ
ക്വസ്റ്റ്യൻ ടാഗ് ആണ് കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞാൽ ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ഞാനിപ്പോ പറയട്ടെ. സ്പീഡ് ഉണ്ടോ? ക്ലാസ് എടുക്കണോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ മതിയോ? അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ മതി. ജസ്റ്റ് നോട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാലോ. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് വളരെയധികം സിമ്പിൾ ആണ്. ഷീസ് റീഡിങ് എന്ന് ചോദിച്ചു. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. അവൾ വായിക്കാണ്. അത് വായിക്കാണോ? ആണോ? അങ്ങനെ ചോദ്യം ചോദിക്കണ്ടേ നമുക്ക്? ഇപ്പൊ എന്താ വരാം? ഷീ ഈസ് ആണ്. അത് ക്വസ്റ്റ്യൻ ആക്കാം, നെഗറ്റീവ് ആക്കാം. Is she reading now? അല്ലേ? ഷീ റീഡിങ് എന്ന് വരും. ആ സഫിയ ഇവിടെ ആയിരുന്നു. എവിടെയോ ആയിരുന്നു ടീച്ചറെ. കുറെ ദിവസമായി ക്ലാസ്സിൽ കയറാനൊന്നും പറ്റാറില്ല. ചോദിച്ചു ഇവരോട് പനിയൊക്കെ വന്നു. പനിയായിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ചോദിച്ചു സഫിയ എന്റേത് ചോദിച്ചു. ചോദിച്ചുല്ലേ? ടീച്ചർക്ക് എന്നെ സ്നേഹമുണ്ട് അതാണ് ചോദിച്ചത്. താങ്ക് യു. എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷെ സഫിയ ക്ലാസ്സിൽ സംസാരിക്കുന്ന ആളല്ലേ, അപ്പൊ പെട്ടെന്ന് മിസ്സിംഗ് ആകുമ്പോ അറിയാൻ പറ്റും. മനസ്സിലായോ? അത് ശരിയാണ്. ഓക്കെ. അപ്പൊ എല്ലാവരോടും സ്നേഹമുണ്ട് കേട്ടോ. ഇനി എന്തായാലും ക്ലാസ്സിലൊക്കെ ഞാൻ പങ്കെടുക്കും ഇൻഷാ അല്ലാഹ്. എനിക്ക് പറ്റാത്തോണ്ടാണ്. ആണോ? ഓക്കെ. കണ്ടിന്യൂസ് കയറാം. നമ്മുടെ പോർഷൻസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ. ഇംഗ്ലീഷ് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം കയറാൻ നോക്കാം. ഓക്കെ. കഴിഞ്ഞ 2 ക്ലാസ്സില് എന്തായിരുന്നു ടീച്ചർ? ക്വസ്റ്റ്യൻ ടാഗ് ആയിരുന്നോ? ഇല്ല, ഡയറക്റ്റ് സ്പീച്ച് തന്നെയായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. ഞാൻ റെക്കോർഡ് ക്ലാസ് ഒന്നും കണ്ടിട്ടില്ല. കാണണം. കണ്ടോ? ബോറടിച്ചില്ലെങ്കിൽ വായിക്കും. ബോറടിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. ഞാൻ എന്താ ക്ലാസ് എടുത്തത്? ഇവിടുത്തെ കുറച്ച് ടീച്ചേഴ്സ് ആണ്. നിങ്ങളുടെ കൂട്ടത്തിലെ കുറച്ച് ടീച്ചേഴ്സ് ആണ് ക്ലാസ് എടുത്തത്. ബോറടിക്കാൻ ചാൻസ് ഇല്ല. അതെന്താ ടീച്ചർ അങ്ങനെ പറയുന്നത്? ടീച്ചർ ക്ലാസ് എടുത്താലും ബോറടിക്കാറൊന്നുമില്ല ഞങ്ങൾക്ക്. ഇല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ സംസാരിക്കുമല്ലോ. ക്ലാസ് കണ്ടിന്യൂസ്ലി നമ്മൾ ക്ലാസ് എടുക്കുന്നില്ലല്ലോ. പക്ഷെ ആ ടീച്ചേഴ്സ് അങ്ങനെയല്ല, അവർ കണ്ടിന്യൂസ്ലി ക്ലാസ് എടുത്തോണ്ട് ബോറടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ അല്ലേ? അങ്ങനെ. ഓക്കെ. സോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് എടുക്കുന്നത് ലെസന്. നമ്മളിപ്പോ പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു. പാർട്ടിസിപ്പിൾ യൂണിറ്റ് 12. അത് പ്രത്യേകിച്ചൊന്നും ഇല്ല സഫിയ. ING ഫോം വരുന്ന വേർഡ് എല്ലാനും പാർട്ടിസിപ്പിൾ ആണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് ING ഫോം വരുന്നത്. അങ്ങനെ പഠിക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആണ്. ഓക്കെ. ഒരു മോഡൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അവരോട് പറഞ്ഞു. അത് എളുപ്പമാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ ടാഗ് ഇപ്പൊ പറയണ്ട. നമുക്ക് വേറെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോ പറഞ്ഞാല് ടൈം വളരെ കുറവാണ്. നമുക്ക് ആർട്ടിക്കിളൊക്കെ ഒന്ന് പോകാം. ആർട്ടിക്കിള് ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. സിമ്പിൾ ആണ്. ആർട്ടിക്കിൾ യൂണിറ്റ് 5 കേട്ടോ. യൂണിറ്റ് 5 ആർട്ടിക്കിൾ ആൻഡ് കോൺകേർഡില് ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞുതരാവേ. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എ ആൻഡ് അല്ലെ, ഇതാണ് ആർട്ടിക്കിൾ. അതില് ഡിഫിനൈറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡിഫിനൈറ്റ് ആർട്ടിക്കിൾ ആണ്. അതൊക്കെ ഏതൊക്കെയാണെന്ന് അറിയാലോ അല്ലെ? അറിയും? ഡിഫിനൈറ്റ് ഏതൊക്കെയാണ്? അറിയുന്നില്ല? Definite article the. Yeah. Indefinite? Ayum anu. Yes. A and an ആണ് indefinite article. Indefinite article the ആണ്. അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവാലോ. ഡിഫിനൈറ്റ് മീൻസ് പൊളിറ്റിക്കലി അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഇത്. മനസ്സിലായോ? അപ്പോ എ ആൻഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാലോ വൊവൽസിന്റെ കൂടെയാണെന്ന് പറഞ്ഞു അല്ലെ? വൊവൽസിന്റെ കൂടെ മാത്രമല്ല കേട്ടോ ആൻഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യുക. അതായത് AEIOU ഫോക്കസ് ചെയ്ത് മാത്രമല്ല നമ്മൾ ആൻഡ് യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടെ ആൻഡ് വരേണ്ട ആവശ്യമുണ്ടോ? അവേർഡ് ആൻഡ് അവേർഡ് എന്നല്ല പറയാ. HOUR ആണ് സ്പെല്ലിംഗ് വരാം. എന്തുകൊണ്ട് ആൻഡ് ഇവിടെ യൂസ് ചെയ്യുന്നത്? സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആൻഡ് വരുന്നത്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആൻഡ് വരുന്നത് കേട്ടോ. ഓക്കെ. ദെൻ എ എന്താണ്?
കൺസണൻസിന്റെ കൂടെ വരുന്നല്ലേ? കൺസെപ്റ്റ്സ് നമ്മളുടെ കൂടെയാണ് വരാം. അങ്ങനെയാ വരാം. ഓക്കെ, അതും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന പോലെയാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ? പിന്നെ ദ എന്താണ്? പെർട്ടിക്കുലർലി നമ്മളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ദ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോ ഞാൻ നിങ്ങളോട് പറയാണ് ഗീവ് മീ എ പെൻ. ഗീവ് മീ എ പെൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു പേന മതി എന്നുള്ള രീതിയിലാണ് ഗീവ് മീ എ പെൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, ഗീവ് മീ ദ പെൻ. ഗീവ് മീ ദ പെൻ എന്ന് ചോദിച്ച എനിക്കും അത് കേട്ട ആൾക്കും മനസ്സിലായിട്ടുണ്ട് ഏത് പേനയാണെന്ന്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഒരാൾക്കൊരു പേന കൊടുത്തു. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് ഞാൻ ചോദിക്കുകയാണ് ഗീവ് ദ പെൻ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഞാൻ കൊടുത്ത പേനയാണ് ചോദിക്കുന്നതെന്ന്. മനസ്സിലായോ? ഒരു പർട്ടിക്കുലർ പേനയാണ് ഞാൻ ചോദിക്കുന്നത്. അസമയം ഗീവ് മീ പെൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഒരു പേന മതി. മനസ്സിലായോ? രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണ് നമുക്ക് ദ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇതൊക്കെ എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് യൂസ് ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ നമ്മൾ നോട്ട്സിൽ ടെക്സ്റ്റിൽ നന്നായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ വായിച്ചു നോക്കാം. ഓക്കെ, എവിടൊക്കെ പറയും നോക്കൂ. ചില സ്ഥലങ്ങളിലൊന്നും നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യാറില്ല. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. കാരണം അത് വളരെയധികം സിമ്പിൾ ടോപ്പിക് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വേണമെങ്കിൽ ആർട്ടിക്കിൾ എന്നൊരു ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലാസ് ഒക്കെ റെഡി ആണോ നിങ്ങള്? വളരെയധികം സിമ്പിൾ ആണ് ടോപ്പിക്. റെഡി ആണോ? റെഡി 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 റെഡി. ആരൊക്കെ റെഡി ആണ്? ഞാൻ റെഡിയാണ്. 3 പേര് മതിയാവും. ഓക്കെ, സഫിയ ഉണ്ട്. ദെൻ റെഡിയാണ് മിസ്. അഞ്ജു. ഇനി ഒരാളും കൂടെ മതി. റെഡിയാണ് മിസ്. സുലക്ഷ്മി. സഫിയ, അഞ്ജു, സുലക്ഷ്മി. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ് വെക്കാം. വളരെയധികം സിമ്പിൾ ടോപ്പിക് ആണ് കേട്ടോ. കുറച്ച് എക്സസൈസ് ഒക്കെ ആയിട്ട് വരുമോ നിങ്ങള്? ഓക്കെ, ക്ലാസ് എടുക്കുക. അതിന്റെ കൂടെ കുറച്ച് എക്സസൈസ് ഒക്കെ ആയിട്ട് വരാം. അവർ നോട്ട്സ് ഒക്കെ എഴുതി എക്സസൈസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ മിസ്സേ. യെസ്. ദെൻ നമുക്ക് പിന്നെ ഉള്ളത് കോൺവേർഡ് ആണ്. കോൺവേർഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കോൺവേർഡ് ആൻഡ് ക്വസ്റ്റ്യൻ ടാഗ് ഉള്ളൂ. പിന്നെ നമുക്ക് എടുക്കേണ്ട ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റേഴ്സ് അത് രണ്ടും ഞാൻ ക്ലാസ് തരാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇനി. അപ്പോ ഇംഗ്ലീഷ് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിംഗ് ആണ്. അതൊക്കെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സ്പെല്ലിങ്ങിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും കേട്ടോ. അതുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആക്കിയിട്ട് തന്നിട്ട് 2-3 ഇത് തന്നിട്ട് അതിൽ ഏതാ കറക്റ്റ് എന്നുള്ളത് പറയാ അല്ലെ? അതല്ലേ? അങ്ങനെയാണ്. അങ്ങനെ തരും. ഏതെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് തന്നിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഏതാണ് കറക്റ്റ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻസൈക്ലോപീഡിയ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്ന് ചോദിക്കും. എന്നിട്ട് 4 ഓപ്ഷൻസ് തെറ്റിച്ചും ഒരെണ്ണം കറക്റ്റ് ആയിട്ടുള്ളത് ഉണ്ടാവും. അതിൽ നിങ്ങൾ കറക്റ്റ് ആയത് മാത്രം സെലക്ട് ചെയ്യും. അങ്ങനെയായിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻ വരാം. അതിപ്പോ ഏതൊക്കെയാണ് വരാ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലെ? അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. വേണമെങ്കിൽ ഞാൻ നോക്കട്ടെ, പറയാൻ പറ്റില്ല പറഞ്ഞു തരാം. നമ്മുടെ ടെക്സ്റ്റിന്നായിരിക്കോ വരിക ക്വസ്റ്റ്യൻ? അതോ പുറത്തുനിന്ന് വരിക? ക്ലാസ്സില്ല കേട്ടോ, പുറത്തുനിന്ന് വരും. ടെക്സ്റ്റിൽ അങ്ങനെ സ്പെല്ലിംഗ് കറക്റ്റ് ഇല്ല. ഓക്കെ, പുറത്തുനിന്ന് ആയിക്കോട്ട് വരാം. അത് നിങ്ങളുടെ സെൻസ് യൂസ് ചെയ്തിട്ട് വേണം അത് ആൻസർ ചെയ്ത്. ഓക്കെ, ദെൻ റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് ഒരിക്കലും നമുക്ക് അത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ, അത് ലെറ്റർ റൈറ്റിംഗ് ഒക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ലെറ്റർ ചെയ്ത. അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ എക്സാമിൽ അത് ആ പോർഷന് വരാൻ ചാൻസ് ഇല്ല കേട്ടോ. ഈ റൈറ്റിംഗ് ഇതേപോലെ പാരഗ്രാഫ് ആയിട്ട് തന്നിട്ട് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് തരില്ല? ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് റൈറ്റിംഗിന് വരാൻ ചാൻസ് കുറവാണ്. ഇമെയിൽ റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ് വരുമോ? ഇല്ല. അത് ചോദിക്കല് നമുക്ക് MCQയിൽ അത് ചോദിക്കല് ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻസ് ടീച്ചറാണോ ഇടുക? ക്വസ്റ്റ്യൻസ് ടീച്ചറാണോ ഇടുക? ഞാനാണോ? അതെ. അതല്ല, ഇനി വേറെ ഇംഗ്ലീഷ് ടീച്ചർ ടീച്ചർമാരുണ്ടോന്ന് ഇട്ടാ മതി. അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഓക്കെ ആവും. ക്വസ്റ്റ്യൻസ് അടിച്ച് മാറ്റാൻ ടീച്ചറാണെങ്കിൽ അതാണ്ട് സ്കിപ്പ് ചെയ്താൽ മതി ലെറ്ററിന്റെ.
എന്തെങ്കിലും ഇമ്പോർട്ടൻസ് എക്സാമിന് വരുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അത് ടീച്ചർ ശ്രദ്ധിക്കുമല്ലോ, അതുകൊണ്ടാണ്. മോഡൽ ഞാനാണ്. ഞാനപ്പോ ഇമ്പോർട്ടന്റ് ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കാം. അതുകൊണ്ട് എക്സാമിന്റെ കാര്യം പേടിക്കണ്ട, പഠിക്കൂ നിങ്ങള്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എന്തായാലും ഇപ്പൊ ഈ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. നിങ്ങൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഇതൊക്കെ എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ എക്സാമിന് വേണ്ടിയാണെങ്കിൽ ഞാൻ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന് മാത്രം പറഞ്ഞു. പക്ഷെ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കും. ഓക്കെ, ക്ലിയർ? ഓക്കെ മിസ്. പിന്നെ ഉള്ളത് ഇംഗ്ലീഷ് ഫോർ റീക്രിയേഷൻ എന്ന് പറയുന്ന ടങ് ട്വിസ്റ്റേഴ്സ് ഒക്കെയാണ്. ടങ് ട്വിസ്റ്റർ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്, പ്രാക്ടീസ് ചെയ്യേണ്ട പോർഷൻസ് ആണ്. അതൊക്കെ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇപ്പൊ ഇനി എടുക്കാനുള്ള പോർഷൻ കോൺവേർഡ് ആൻഡ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ആർട്ടിക്കൽ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ നോക്കിയിട്ട് വരാം. അതോടുകൂടി നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ, റിവിഷൻ വേണമെങ്കിൽ റിവിഷൻ ചെയ്യാം. ഇനി റിവിഷൻ ചെയ്യാം ടീച്ചറെ, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. റിവിഷന് ടീച്ചർ പറഞ്ഞില്ലേ എക്സാമിന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം റിവിഷൻ ചെയ്യാം. അങ്ങനെ എല്ലാം വരും, എല്ലാത്തിനും വരും. എല്ലാത്തിനും വരും. നമുക്ക് എന്തായാലും ആ പ്രിപ്പോസിഷന്റെ ഭാഗം ഒന്ന് റിവിഷൻ ചെയ്യണം. ഓക്കെ, നിങ്ങൾ നോക്കുക. ആദ്യം നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പോർഷൻസ് കംപ്ലീറ്റ് ആവാത്ത ടീച്ചേഴ്സിന് ചില ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ കൊടുത്തു എന്ന് വരും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നെ കാണുന്ന ഒരു എന്റെ ക്ലാസ് ഇല്ലെങ്കിൽ എന്നെ കാണണമെന്നാണെങ്കിൽ മറ്റു ടീച്ചേഴ്സിനോട് പറഞ്ഞാൽ മതി, ഞാൻ വരാം. ഓക്കെ. അപ്പൊ ആതിര മിസ്സിന്റെ 2 ദിവസം ഉണ്ടാവലുണ്ട് ആഴ്ചയില്. അപ്പൊ ഒരു ദിവസം ആക്കിയിട്ടുണ്ട്. ജിഷ മിസ്സിന് 2 ദിവസം ആക്കി. അത് പോർഷൻസ് കംപ്ലീറ്റ് ആവാത്തതായിരിക്കും. ചിലപ്പോ ഇനി അതിലേക്ക് ക്ലാസ് കുറവാണ്, പോർഷൻസ് എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്റെ ക്ലാസ് കൊടുത്തു എന്ന് വരും. മനസ്സിലായോ? കംപ്ലീറ്റ് ആക്കണ്ടേ പോർഷൻസ്, അല്ലെങ്കിൽ എക്സാം വരുമ്പോൾ ബുദ്ധിമുട്ടാകില്ലേ? ഇംഗ്ലീഷ് പക്ഷെ ഞാൻ പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ക്യാച്ച് ചെയ്തു, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ഓക്കെ അല്ലേ? സ്പീഡ് കൂടിയോ നമുക്ക്? ഓക്കെ അല്ലേ എല്ലാവരും? അല്ല ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ കുട്ടികളെ തന്നെ ഏൽപ്പിച്ചപ്പോ അതൊരു വേറെ ലെവലായി. നല്ല എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവർക്കും മനസ്സിലായോ? ക്ലാസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേണമെങ്കിൽ ഞാൻ ഈ തരാം കേട്ടോ, 2 ചാപ്റ്റർ കൂടെ ഉണ്ട്, വേണോ? വേണ്ട ടീച്ചർ തന്നെ എടുത്തോ ടീച്ചർ, ഇനി കുറച്ചല്ലേ ഉള്ളൂ. ഞാൻ എടുക്കാം, അത് കഴിഞ്ഞു. അപ്പൊ ആർട്ടിക്കിൾ നോക്കിയിട്ട് വരും കേട്ടോ. അടുത്ത ക്ലാസ്സോട് കൂടി നമുക്ക് കംപ്ലീറ്റ് ആക്കാം. പിന്നെ പയ്യെ റിവിഷൻ തുടങ്ങാം, ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി സൈൻ ഔട്ട് പറയൂ, അതിന്റെ ചെയ്യാൻ നിങ്ങൾക്ക്. ഞാനാണ് മിസ്സേ, ഒരു പാട്ട് പാടി സൈൻ ഔട്ട് ചെയ്യാം. വാഗുരുവി വരുകുരുവി വാഴക്കൈമേലിരുകുരുവി, നാരുതരാം ചകിരിതരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം. വെയിലല്ലേ മഴയല്ലേ തണലിലിരിക്കുക സുഖമല്ലേ, നീ വെറുതെ പോകരുതേ നിഴൽ കിട്ടാതെ വലയരുതേ എന്ന് നമുക്ക് ക്ലാസ് നന്നായി പറഞ്ഞു തന്ന അശ്വതി മിസ്സിനും അതുപോലെ മറ്റു ചെറിയ ടീച്ചേഴ്സിനും ഒത്തിരി നന്ദി. താങ്ക്സ്. Okay, thank you all. See you on the next class. Okay, bye. Thank you, ma'am. Thank you, miss. Thank you, miss.